കളക്ടർ ദിവ്യ എസ് അയ്യർ എപ്പോഴും ബഹുമാനവും ഇഷ്ടവും ഒക്കെ തോന്നിയിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ്. നല്ലൊരു ഭരണാധികാരിയാണ്, നല്ലൊരു അമ്മയാണ്. അങ്ങനെ ഒട്ടേറെ തവണ ഇങ്ങനെയാകണം ഒരു നല്ല വ്യക്തി, അതിലുപരി ഒരു കുടുംബിനി, ഉദ്യോഗസ്ഥ എന്നൊക്കെ തോന്നിച്ചിട്ടുള്ള ഒരു വ്യക്തി. കഴിഞ്ഞ ദിവസം മന്ത്രി എസ് രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുന്ന ദിവ്യയുടെ ചിത്രം കൂടി പുറത്തു വന്നപ്പോൾ ഒരു നല്ല മനുഷ്യ സ്ത്രീ എന്നൊരു വിശേഷണം കൂടി കൂട്ടിച്ചേർത്ത് അവരെ ഒരു പടി കൂടി സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ തോന്നുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതിനുശേഷം ഒരുപാട് പേർ ദിവ്യ എസ് അയ്യരെ അഭിനന്ദിച്ചു. അവരുടെയൊക്കെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഏറെ ഇഷ്ടവും ബഹുമാനവും തോന്നുന്ന ഒരാളെ ധൈര്യമായി ആശ്ലേഷിക്കാൻ മലയാളി സ്ത്രീകൾക്ക് സാധിക്കാറില്ല എന്ന് കുറിച്ചാണ് പലരും ദിവ്യയെ അഭിനന്ദിച്ചത്. ഈ ചിത്രം കണ്ടപ്പോൾ വളരെ സന്തോഷമായി എന്ന് ദിവ്യയുടെ ഫോണിലേക്ക് ഒട്ടേറെ വനിതകളുടെ സന്ദേശം എത്തിയത്രേ. ഏറെ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ ആലിംഗനം ചെയ്ത ഒരു ചിത്രം സ്ത്രീ പുരുഷ സമസ്യയിൽ ഇപ്പോൾ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടുന്നതിൽ സന്തോഷമുണ്ട്. നെഗറ്റീവ് കമന്റ്സും മറ്റ് അപ്രസക്ത വാദങ്ങളും നോക്കാതിരുന്നാൽ മതി. അപ്പോൾ ഹാപ്പി സൺഡേ. ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ശബരിനാഥൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ആ ഒരു വീക്ഷണത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ചിത്രം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. എഴുത്തുകാരിയായ ശ്രീകല ദേവയാനം എഴുതിയ പോസ്റ്റ് വളരെ കൃത്യമായ നിരീക്ഷണമാണ്. ആ പോസ്റ്റ് വായിക്കാം. ശരിക്കും ഓരോ സ്ത്രീയുടെ മനസ്സിൽ ഈ ചിത്രം കാണുമ്പോൾ തോന്നിയ ചിന്തകളും, നമ്മുടെ സമൂഹം ഓരോ സ്ത്രീയുടെ മേലും അടിച്ചേൽപ്പിക്കുന്ന ചില ആവശ്യമില്ലാത്ത കർശന നിയന്ത്രണങ്ങളും ഒക്കെയാണ് ഈ നിരീക്ഷണത്തിലൂടെ പ്രകടമാകുന്നത്. ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ കഴിയുന്ന മനുഷ്യരെ കാണുമ്പോൾ അങ്ങനെ അല്ലാത്ത മനുഷ്യർക്ക് വല്ലാത്ത അസൂയയാണ്. എനിക്കിങ്ങനെ കഴിയുന്നില്ലല്ലോ എന്ന ചിന്തയിൽ നിന്ന് അവർ തന്നെ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യരെ മോശക്കാരായി ചിത്രീകരിക്കാൻ പാടുപെടും. നീ എന്തൊരു മനുഷ്യനാണ് ഹേ എന്ന് തന്നെ നോക്കി പുച്ഛിക്കുന്ന സ്വന്തം മനസ്സിനെ ഞാൻ മാത്രമാണ് കേമൻ എന്ന് തല്ലി പഠിപ്പിക്കാൻ നോക്കും. പണവും പ്രതാപവും ലൈംഗികതയും ഒന്നും ലക്ഷ്യം വയ്ക്കാതെ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കണമെങ്കിൽ, ഒപ്പം നിൽക്കണമെങ്കിൽ, അടുപ്പിച്ച് നിർത്തണമെങ്കിൽ അതിനൊരു ലക്ഷ്യമുണ്ടാകണം എന്ന് കരുതുന്നവർക്ക് മനുഷ്യത്വം കാണിക്കാൻ മടിയില്ലാത്ത, കാരണം തേടാത്ത, ലക്ഷ്യത്തിൽ കണ്ണുറപ്പിക്കാത്ത മനുഷ്യരെ വിശ്വാസമില്ല. തങ്ങൾക്ക് കഴിയാത്തത് മറ്റുള്ളവർക്ക് കഴിയും എന്ന് സമ്മതിച്ചു കൊടുക്കില്ല. രണ്ടു മനുഷ്യർ തമ്മിൽ ചേർന്ന് നിൽക്കുന്നതിന് ഒരേ ജെൻഡർ ആകണമെന്നോ, ഒരേ രാഷ്ട്രീയം വേണമെന്നോ, ഒരേ ആദർശത്തിൽ വിശ്വസിക്കണമെന്നോ ഒന്നുമില്ല. മനുഷ്യരാകണമെന്ന് മാത്രം. ആ ചേർന്ന് നിൽക്കലിൽ ശീലമുള്ളവർ അശ്ലീലവും, അന്തസ് ശീലമുള്ളവർ അന്തസ്സും കാണും. നമുക്ക് പരിചയമുള്ളതല്ലേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ, നമുക്ക് മനസ്സിലാകുന്നതല്ലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. മറ്റൊരാളെയും ഉപദ്രവിക്കാതെ, വേദനിപ്പിക്കാതെ ജീവിക്കണം എന്ന് മനുഷ്യരൊക്കെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ, എപ്പോഴും ശരീരം എന്ന് ചിന്തിക്കുന്ന ചിലർക്കിടയിലാണ് ഇങ്ങനെ മനസ്സ് നിറയ്ക്കുന്ന ചില മനുഷ്യർ എന്ന് ശ്രീകലാ ദേവയാനം ഈ ചിത്രത്തെ ആസ്പദമാക്കി കുറിച്ചിരിക്കുകയാണ്. ശരിക്കും വളരെ നല്ല ഒരു നിരീക്ഷണമാണ് അത്. ചില ചിത്രങ്ങൾ അത് കാണുന്നവരിലേക്ക് പകർന്നു നൽകുന്ന ഊർജ്ജം ചെറുതല്ല. ഈ ചിത്രത്തിൽ ഒരു പുരുഷനും സ്ത്രീയും ഉണ്ടോ എന്ന് ശ്രീകലാ ദേവയാനം ചോദിക്കുന്നു. രണ്ട് ശരീരങ്ങളുണ്ടോ? ഞാൻ കാണുന്നില്ല, കാണുന്നത് രണ്ട് മനുഷ്യരെ മാത്രം എന്നാണ് ശ്രീകലാ ദേവയാനം ഈ ചിത്രത്തിന് താഴെ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചിരിക്കുന്നത്. എന്തായാലും ചില മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ സാധിക്കും. മിഴിച്ചു നോക്കുന്നവർ വിശ്വസിക്കേണ്ട എന്നും വളരെ ശക്തമായ ഭാഷയിൽ ശ്രീകലാ ദേവയാനം കുറിച്ചിരിക്കുകയാണ്. പക്ഷെ സത്യമായിട്ടും സാധിക്കും. അത് ഒരു ഉറപ്പാണ്. ഒരു സ്ത്രീക്ക് ജെൻഡർ നോക്കാതെ മറ്റൊരു പുരുഷനെ മറ്റൊരു ലക്ഷ്യമില്ലാതെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ മനോഹരമായി സ്നേഹിക്കാൻ സാധിക്കുമെന്നാണ് ദിവ്യ എസ് അയ്യർ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിശദീകരണവുമായി ദിവ്യ എസ് അയ്യർ രംഗത്ത് വന്നിരുന്നു. സ്നേഹത്തിന് പ്രോട്ടോകോൾ ഇല്ല എന്നാണ് ദിവ്യ എസ് അയ്യരുടെ വാക്കുകൾ. സ്നേഹത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ. മുൻ മന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് സ്നേഹത്തിന്റെ ഭാഷയിലാണ്. അതിൽ ജാതീയ ചിന്തകൾ കലർത്തിയത് വേദനിപ്പിച്ചുവെന്നും ദിവ്യ വ്യക്തമാക്കുന്നു. തൻ്റെ സന്തോഷത്തിൻ്റെ പ്രകടനം ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവയ്ക്കുകയാണ് ദിവ്യ ചെയ്തത്. തനിക്ക് കെ രാധാകൃഷ്ണനോടുള്ള സ്നേഹവും ആദരവും എല്ലാവർക്കും അറിയുന്നതാണ്. പലരുടെയും അപക്വമായ ചിന്തകൾ വിഷയത്തെ സങ്കീർണമാക്കിയെന്നും ദിവ്യ ചൂണ്ടിക്കാണിക്കുന്നു. മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ദിവ്യ എസ് അയ്യർ ആലിംഗനം ചെയ്യുന്ന ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ കെ രാധാകൃഷ്ണനെ സന്ദർശിച്ച ശേഷം ദിവ്യ എസ് അയ്യർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഓർമ്മക്കുറിപ്പിനൊപ്പമാണ് മന്ത്രിയായ സമയത്ത് രാധാകൃഷ്ണനൊപ്പം പകർത്തിയ ചിത്രങ്ങളും പങ്കുവച്ചത്. കെ രാധാകൃഷ്ണനെ ദിവ്യ ആശ്ലേഷിക്കുന്ന ചിത്രത്തിന് വലിയ കയ്യടിയാണ് ലഭിച്ചത്. നിരവധി പേർ വൈറൽ ചിത്രം സാമൂഹിക മാധ്യമങ്ങളിൽ റീപോസ്റ്റ് ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമാനസ്.